ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത്. നമുക്ക് ഏപ്രിൽ 12, 2026 ഏപ്രിൽ മാസം 12-ാം തീയതി നമുക്ക് മലയാള വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകളാണ് പുതു ഞായറാഴ്ചയും ദൈവകരുണയുടെ തിരുനാളും. ഏപ്രിൽ 12 ഞായറാഴ്ച. ഞാൻ ഈ വീഡിയോ സന്ദേശത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ഇത് സംസാരിക്കാനും ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു ആത്മാവിനെ ചിലപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാൻ ഒരു ആത്മാവിനെ പ്രേരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളിൽ ഇത് ഷെയർ ചെയ്യാൻ കഴിയുമോ അതിലൂടെ എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് പറയാണ്, കൃപാവരത്തിന്റെ വരപ്രസാദത്തിന്റെ എല്ലാ ചാലുകളും ഞാൻ തുറന്നു വിടുന്ന ദിവസമാണത്. പ്രസാദവരത്തിന്റെ വൻകടൽ തുറക്കുന്ന ദിവസം. 699-ാമത്തെ ഖണ്ഡികയിൽ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറയുന്നതാണ്. അതായത് നമുക്ക് കർത്താവിന്റെ കൃപ ഈ വിശുദ്ധവാരം കഴിഞ്ഞ് സ്വീകരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എല്ലാ കൃപയുടെ ചാലുകളും കൃപയുടെ കടലും തുറക്കപ്പെടുന്ന ദിവസമാണ്. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് കുമ്പസാരിച്ച്, പ്രത്യേകം ശ്രദ്ധിക്കുക, കുമ്പസാരിച്ച് പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. പാപം വേണ്ട, ഞാൻ പാപം ചെയ്യില്ല, എനിക്ക് പാപം വേണ്ട, പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും ഇന്ന് വരെയുള്ള ജീവിതത്തിലെ സമ്പൂർണ്ണ പാപപരിഹാരവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കുന്ന ദിവസമാണത്. മാമോദീസായിൽ ലഭിക്കുന്ന കൃപകൾക്ക് തുല്യമാണ് അത് എന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പല ദൈവശാസ്ത്രജ്ഞന്മാരും ഈ തിരുനാളിനെ 2ാം മാമോദീസ എന്ന് വിളിക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ തിരുനാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള പാപങ്ങൾ, നമ്മുടെ ആജീവനാന്ത പാപവും കടവും ഒറ്റ തവണയായിട്ട് പരിഹരിക്കാൻ, ഒരു പ്രാവശ്യം കൊണ്ട് മുഴുവൻ പാപങ്ങളും കടങ്ങളും പരിഹരിക്കപ്പെടാൻ നമുക്ക് കിട്ടുന്നൊരവസരമാണ്. ആത്മാക്കളുടെ, ഈശോ പറയാണ്, ഈ ലോകത്തെ ആത്മാക്കളുടെ പാപങ്ങള് ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാൾ അധികമാണെങ്കിലും അവയെല്ലാം എൻ്റെ കരുണയുടെ അത്യഗാധമായ ആഴത്തിൽ മുങ്ങിപ്പോവും.